വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പിള്ളയാണെങ്കിൽ രാഘവൻ നായരെ തിരക്കി അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കണ്ടവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആരും കണ്ടില്ല. അവസാനം ഒരു അറ്റൻഡറോട് ചോദിക്കുമ്പോൾ മകന് വിഷ്ണുവിനെ തിരക്കി നടക്കുന്ന ആളാണോ ഓർമ്മക്കുറവുള്ള ആളാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു വന്നോന്ന് എല്ലാവരോടുമൊക്കെ തിരക്കുന്നത് കണ്ടു. എന്നിട്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടു. മകൻ ജീപ്പുമായിട്ട് വരും, ഞാനതിൽ പോവുകയാണെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന കണ്ടു എന്ന് പറയുകയാണ്. തുടർന്ന് പിള്ള അവിടെയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതേസമയം രാഘവൻ നായരാണെങ്കിൽ നടന്ന് അവിടെയൊക്കെ നോക്കുകയാണ്, വിഷ്ണുവിനെ നോക്കുന്നുണ്ട് റോഡിലൊക്കെ. അപ്പോൾ ഇവനിത് എവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്. നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാം, അപ്പോഴത്തേക്ക് അവൻ വരുമായിരിക്കുമെന്നും പറഞ്ഞ് ഹോട്ടലിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ഒരു ടേബിളിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ വെയിറ്റർ ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്താ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് ബിരിയാണി മതി, പെട്ടെന്ന് എടുക്കണം, എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്നൊക്കെ പറയുകയാണ്. അതേസമയം അവിടെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ രാഘവൻ നായരെ തന്നെ നോക്കുന്നുണ്ട്. അന്നേരം ഇത് കളക്ടർ ശാലിനി മേഡത്തിൻ്റെ അമ്മാവനല്ലേ, വിഷ്ണുവിൻ്റെ അച്ഛനല്ലേ, സത്യഭാമയുടെ ഭർത്താവല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ വെയിറ്റർ ബിരിയാണി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ മേശ അവിടെയൊക്കെ ഇങ്ങനെ തുടച്ചിട്ടിരിക്കുക തന്നെയാണ്. എന്നിട്ട് ഒന്നുകൂടെ തുടക്കി, ഇതൊക്കെ വൃത്തികേടായിരിക്കണം എന്ന് പറഞ്ഞ് രാഘവൻ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഒന്നുകൂടെ തുടച്ചാണെന്ന് വെയിറ്റർ പറയുമ്പോൾ ഒന്നുകൂടെ തുടക്കിയെന്ന് പറഞ്ഞ് തുടപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബിരിയാണി കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. അന്നേരം ആ നേരത്തെ നോക്കിയ ആളാണെങ്കിൽ ചെന്നിരിക്കുന്നുണ്ട്, രാഘവൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അന്നേരം രാഘവേട്ടൻ എന്നെ മനസ്സിലായില്ലേ, ഞാൻ സത്യദാസാണ്, ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, വിഷ്ണുവിനെ എനിക്കറിയാം, ശാലിനി മേഡത്തെയും സത്യഭാമയൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ അതിന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ പരിചയപ്പെടണം, ഒന്ന് പോയെന്നൊക്കെ പറഞ്ഞ് രാഘവൻ ദേഷ്യപ്പെടുകയാണ്. അന്നേരവും ഞാൻ അവിടെ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ രാഘവേട്ടനോട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഇപ്പോൾ എന്താ, ഞാനേ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വന്നതാണ്, മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ല എന്നും പറഞ്ഞ് രാഘവൻ ബഹളം ഉണ്ടാക്കുകയാണ്. രാഘവേട്ടൻ കഴിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് എഴുന്നേറ്റിട്ടുണ്ട്, ബില്ല് കൊടുക്കാനായിട്ട് പോവുകയാണ് അയാൾ കഴിച്ചതിൻ്റെ. അന്നേരവും രാഘവൻ ഒന്ന് പെറുപെറുക്കുന്നുണ്ട്, ഓരോ മാരണങ്ങൾ കയറി വന്നോളും ശല്യപ്പെടുത്താനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഇയാളിതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇയാൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ സത്യദാസാണ്, എനിക്ക് വിഷ്ണുവിനെയും സത്യാമ്മയെയും നിങ്ങളെല്ലാവരെയും അറിയാം, ഒരു ഫാമിലി ഫ്രണ്ട് കൂടിയാണ്, സ്കൂളിലൊരു ഫംഗ്ഷന് വെച്ച് ഞാൻ മാഡത്തെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആയിക്കോട്ടെ, ഇപ്പോൾ വിളിച്ച കാര്യം എന്താണെന്ന് ശാലിനി തിരക്കുന്നുണ്ട്. അന്നേരം രാഘവൻ സാറാണെങ്കിൽ, വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിൽ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. ഓർമ്മക്കുറവ് അവനെ മരുന്ന് കഴിക്കുന്ന കാര്യം എനിക്കറിയാം, പക്ഷെ ഞാൻ ചെന്നപ്പോൾ എന്നെ അറിയത്തേ ഇല്ല എന്നാണ് പറയുന്നത്. കൂടെ ആരും ഇല്ല എന്ന് പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, കൂടെ ആരും ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേ ഇല്ല, പരസ്പര വിരുദ്ധമായിട്ടൊക്കെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, എനിക്ക് ആ സ്ഥലം ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പുള്ളി സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അന്നേരം വളരെ ഉപകാരം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അതിനുശേഷം ശാലിനി ആണെങ്കിൽ പിള്ളയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം പിള്ള ഇങ്ങനെ വഴിയിലൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. അന്നേരം അച്ഛൻ കൂടെ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ശിവനാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇരുത്തിയിട്ട് പെങ്ങളുടെ ഫോൺ വന്നു എന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി. ഞാൻ രാഘവൻ സാറിനെ റൂമിൽ ഇരുത്തിയിട്ട് ബില്ലടയ്ക്കാൻ പോയിട്ട് വന്നപ്പോൾ കാണാനില്ല എന്ന് പറയുകയാണ്. അന്നേരം പിള്ളച്ചേട്ടൻ്റെ കൂടെയല്ലേ അച്ഛനെ പറഞ്ഞു വിട്ടത്, അച്ഛൻ ഓർമ്മക്കുറവുണ്ടെന്ന് അറിയില്ലേ, ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറാമെന്ന് ചോദിക്കുമ്പോൾ അത് കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് പിള്ള നിൽക്കുകയാണ്. അച്ഛനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അത് പിള്ളയ്ക്ക് സങ്കടമാവുന്നുണ്ട്. ഇതേസമയം അവിടെ സ്റ്റേഷനിൽ റസാക്കിൻ്റെ മുൻപിൽ പ്രകാശും ചന്ദ്രയും ബാക്കിയുള്ള പോലീസുകാരും ഒക്കെ ഉണ്ട്. അന്നേരം റസാക്ക് കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നുണ്ട്, ഇവർക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ, ഞങ്ങളെ കുറേയിട്ട് ഓടിച്ചല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവർക്കൊന്നും വേണ്ട എന്നാണ് പറയുന്നതെന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്. അന്നേരം സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പ്രകാശ് പറയുമ്പോൾ താനൊന്നും പറയേണ്ട, അങ്ങോട്ട് മാറി നിൽക്കുകയെന്നും പറഞ്ഞ് ഷൗട്ട് ചെയ്ത് റസാക്ക് അടക്കി നിർത്തുകയാണ്. തുടർന്നാണെങ്കിൽ റസാക്ക് മഹേന്ദ്രനെ ഫോൺ ചെയ്യുന്നുണ്ട്, ഞാൻ റസാക്ക്, തെറ്റയിൽ മുഹമ്മദ് റസാക്ക്, പ്രകാശ് ചന്ദ്ര ഇവർ രണ്ടുപേരെയും കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ അങ്ങോട്ട് വരാം, അവനെ കൊണ്ടുപോകാനായിട്ട് ഉന്നതങ്ങളിൽ നിന്ന് ചിലപ്പോൾ ആളുകൾ വന്നേക്കാം, പക്ഷേ ഞാൻ വന്ന് കാണാതെ ഒരിക്കലും വിടരുതെന്ന് പറയുമ്പോൾ അതത്രയേ ഉള്ളൂ, കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരുവരും ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് മഹേന്ദ്രനാണെങ്കിൽ ഡ്രൈവറോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനും പറയുന്നുണ്ട്. വണ്ടിയിൽ പോകുമ്പോഴാണ് ഫോൺ വിളിക്കുന്നത് റസാക്ക്. തുടർന്നാണെങ്കിൽ വീണ്ടും അവിടെ പ്രകാശ് പറയുന്നുണ്ട്, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറയുന്ന ഒന്ന് കേൾക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അവസാനം റസാക്ക് ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടാണ്, ഞാൻ ഒരു ഡോക്ടറാണ്, ഞാൻ കളക്ടർ ശാലിനി വിഷ്ണുവിൻ്റെ സംരക്ഷണയിലാണ് പഠിച്ചത്, ഓക്കെ, സാറിന് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കാം, ഞങ്ങൾ ഇഷ്ടപ്പെട്ടതാണ്, വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചതുമാണ് എന്നിങ്ങനെ പറയുമ്പോൾ റസാക്ക് ദേഷ്യത്തോടെ അങ്ങോട്ട് എഴുന്നേൽക്കുകയാണ്. ഇവളുടെ വിവാഹം നിശ്ചയിച്ചതാണ്, അത് മുടങ്ങാതിരിക്കാനായിട്ട് ഇവളെ അച്ഛൻ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ചന്ദ്രയും പറയുന്നുണ്ട്, അത് അച്ഛൻ്റെ ഇഷ്ടപ്രകാരം തീരുമാനിച്ചതാണ്, എനിക്കിത് ഇഷ്ടമല്ല, എൻ്റെ സമ്മതം കൂടി വേണ്ടേ എന്ന് പറയുമ്പോൾ റസാക്ക് ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ടും പ്രകാശ് വീണ്ടും പറയാനായിട്ടൊക്കെ വരുമ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഇവളുടെ അച്ഛൻ വരട്ടെ, വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ വീണ്ടും പ്രകാശൻ സാർ പറയാനുള്ള ഒന്നുകൂടി പറയാമെന്ന് പറയുമ്പോൾ താനൊന്നും പറയണ്ട, മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇടയ്ക്ക് ഷൗട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്.
ഇതേ സമയം അവിടെ രാഘവൻ നായർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു പാഴ്സൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇയാളെന്താ കൊണ്ടുവരാത്തതെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ രാഘവൻ നായർ അതും കൊണ്ടങ്ങ് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ ക്യാഷ് കൗണ്ടറിലേക്ക് ചെന്ന് വെയിറ്റർ ചെന്ന് 2 ബിരിയാണി എന്ന് പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ സാർ 250 രൂപ ക്യാഷ് എന്ന് പറയുകയാണ്. അന്നേരം നല്ല ബിരിയാണി ആയിരുന്നു, നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം അതല്ല 250 രൂപ ബില്ല് അടയ്ക്കണമെന്ന് പറയുമ്പോൾ അതെ എൻ്റെ മകൻ വിഷ്ണു കൊണ്ട് തരുമെന്ന് പറയുകയാണ്. അന്നേരം അതെങ്ങനെ ശരിയാവും, ആഹാരം കഴിച്ചാൽ പൈസ തരണമെന്ന് പറയുകയാണ്. അന്നേരം ഞാൻ കാശൊന്നും എടുത്തിട്ടില്ല, വിഷ്ണു വരും, വിഷ്ണു കൊണ്ട് തരുമെന്ന് പറയുകയാണ്. അന്നേരത്തേക്ക് വേറൊരാളും അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം മൂക്കുമുട്ട കഴിച്ചിട്ട് കാശില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം വിഷ്ണു തരുമെന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ മകൻ വരുന്നവരെ ഇങ്ങോട്ടിരിക്കാമെന്ന് ആദ്യം കൗണ്ടറിലിരുന്ന ആൾ പറയുമ്പോൾ എങ്കിൽ ഇരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അന്നേരമേ അവർക്കെല്ലാവർക്കും ഒരു സംശയം തോന്നുകയാണ് പരസ്പര വിരുദ്ധമായിട്ട് രാഘവൻ നായർ സംസാരിക്കുമ്പോൾ. അന്നേരം ഇരുന്ന് മുഷിയുണ്ടല്ലോ, മകനെ ഒന്ന് ഫോൺ ചെയ്യുമെന്ന് പറയുമ്പോൾ അതേ തിരക്കിനിടയിൽ ഞാൻ ഫോൺ എടുത്തില്ല എന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്. എങ്കിൽ നമ്പർ പറഞ്ഞു തന്നാൽ മതി, നമ്മൾ വിളിക്കാമെന്ന് പറയുമ്പോൾ അവൻ്റെ നമ്പർ എനിക്ക് നോക്കാതെ അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഈ കൗണ്ടറിലിരുന്നവരും നേരത്തെ വന്ന മാനേജറാണെന്ന് തോന്നുന്നു, അയാൾക്കൊക്കെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. അന്നേരം കിളവനാൾ കുഴപ്പക്കാരനാണെന്ന് ആദ്യമേ തോന്നിയതാണെന്ന് ഇങ്ങനെ വെയിറ്റർ പറയുമ്പോൾ തിന്നിട്ട് ബിരിയാണി പാഴ്സലൊന്നും കൊണ്ടുപോകണ്ട, അതിങ്ങോട്ട് തന്നേന്ന് പറഞ്ഞിട്ട് അത് പിടിച്ച് വാങ്ങുന്നുണ്ട് വെയിറ്ററാണെങ്കിൽ. അങ്ങനെ തരില്ല എന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. എന്നിട്ട് കഴിച്ചതിൻ്റെ കാശ് എങ്ങനെ മുതലാക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയുകയാണ്, അപ്പോൾ വൈകുന്നേരം വരെ ഇയാൾ ഇവിടെ നിന്ന് മേശ തുടയ്ക്കട്ടെ, ബാക്കി പാത്രവും കഴിപ്പിക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് തുണി അങ്ങോട്ട് കൊടുത്തിട്ട് തുടയ്ക്കണമെന്ന് പറയുകയാണ്. അന്നേരം അതെ എൻ്റെ മോൻ വരും, വിഷ്ണു വരും, ഞാൻ ആരാണെന്ന് അറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം തൻ്റെ ഓരോ ഉടായ്പുമായിട്ട് ഇറങ്ങിക്കോളും, തുടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ പിടിച്ച ടേബിളിലേക്ക് തള്ളുമ്പോൾ രാഘവൻ നായർ വീഴുന്നുണ്ട്. എന്നിട്ട് കണ്ണാടിയൊക്കെ പോകുന്നുണ്ട്, പക്ഷെ എടുത്ത് വയ്ക്കുകയാണ്. മോനെ വിഷ്ണു എന്നും പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് വാവിട്ട് കരയുകയാണ്. ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് അവരാണെങ്കിൽ ഇങ്ങനെ മേശ ഇങ്ങനെ രാഘവൻ നായരെ കൊണ്ട് തുടപ്പിക്കുന്നുണ്ട്, ഇറുക്കി തുടയ്ക്കിടോ, നന്നായിട്ട് തുടയ്ക്കിടോ എന്നൊക്കെ പറയുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ, അവരൊന്നും പറയുന്നുമില്ല. ഒരു സീൻ കണ്ടുകൊണ്ടാണ് ശാലിനി ആണെങ്കിൽ അകത്തേക്ക് കയറി വരുമ്പോൾ ഇങ്ങനെ ഹോട്ടൽ ജീവനക്കാരെല്ലാം കൂടെ ചേർന്ന് രാഘവൻ നായരെ കൊണ്ട് ഇങ്ങനെ ടേബിൾ തുടപ്പിക്കുകയാണ്. വയ്യാത്ത കൈയും വെച്ചുകൊണ്ട് രാഘവൻ നായർ അത് ചെയ്യുകയാണ്. അന്നേരം അച്ഛാന്നും പറഞ്ഞ് ഓടി ചെല്ലുകയാണ് ശാലിനി. അന്നേരം ഒരു ഹോട്ടലിലെ ജീവനക്കാർക്ക് മനസ്സിലാകും, അയ്യോ കളക്ടർ മാഡം ഇങ്ങോട്ടിരിക്കാം മാഡം എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രായമായ ഒരാളിനെ കൊണ്ടാണോ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ദേ ഇവനാണ് എന്നെ കൊണ്ട് തുടപ്പിച്ച്, എൻ്റെ കയ്യിൽ ദേ ചൂടുവെള്ളം ഒഴിച്ചു പൊള്ളിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം മാഡം അതൊരു അബദ്ധം പറ്റിയതാണ്, ബിരിയാണി കഴിച്ചിട്ട് കാശ് തരായിരുന്നപ്പോൾ എന്ന് പറയുകയാണ്. അപ്പോൾ കാശ് തരായിരുന്നപ്പോൾ ബാക്കി കൂടി പറയണമെന്ന് പറയുകയാണ്. നിങ്ങൾക്ക് വലിയ വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ഈ ഒരവസ്ഥയിൽ ഒരാളിങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കൊന്ന് ഓർമ്മിച്ചുകൂടെ? ഒരു ബിരിയാണിയുടെ കാശ് പോലും നിങ്ങൾക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ആളുകൾക്ക് ഭക്ഷണം വിളമ്പുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇയാളൊന്നും മിണ്ടുന്നില്ല. തുടർന്നാണെങ്കിൽ രാഘവൻ നായർ അങ്ങ് കരയുകയും സങ്കടം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ശാലിനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അനുപല്ലവിയും രാമേട്ടനും ഒക്കെ അത് നോക്കി നിൽക്കുകയാണ്. എന്നിട്ടും രാഘവൻ നായർ കൈയൊക്കെ കാണിക്കുന്നുണ്ട് ശാലിനിയെ. എന്നിട്ട് വാ അച്ഛാ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം കഴിച്ച ബിരിയാണിയുടെ കാശ് എത്രയാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അത് മാഡം ചോദിക്കുമ്പോൾ പറയാൻ പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഒരു ബിരിയാണി പാഴ്സൽ കൂടി വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിങ്ങ് എടുത്തുകൊണ്ട് കടവുന്ന ജീവനക്കാരൻ വെയിറ്ററോട് പറയുമ്പോൾ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ആണെങ്കിൽ അനുപല്ലയെ വിളിക്കുന്നുണ്ട്. പേഴ്സ് എടുത്തിട്ട് 500 നോട്ട് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. മറ്റേ രണ്ടാമത് വന്ന ആളാണെങ്കിൽ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ബാക്കിയൊക്കെ എടുത്ത് നീട്ടുന്നുണ്ട്. അന്നേരം അത് നിങ്ങളുടെ സപ്ലയർക്ക് പിന്നെ ടിപ്പായിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ ബിരിയാണി വാങ്ങുന്നുണ്ട്. രാഘവൻ നായർ അത് കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ശാലിനി പറയുന്നുണ്ട്, ഇത്രയുമൊക്കെ ചെയ്യിച്ചിട്ടുള്ള ഇതിനുള്ള പണി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഞാനിങ്ങനെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ, ഒരു മനുഷ്യനെ ഇത്രത്തോളം അപമാനിക്കാനായിട്ട് പറഞ്ഞ് കുറേയൊക്കെ ശാലിനി പറയുന്നുണ്ട്. എന്നിട്ട് ചുറ്റും നിന്നവരോടും പറയുന്നുണ്ട്, ഇങ്ങനെ പ്രായമായ ഒരാളിനെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ ആരും സഹായിക്കാനും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലിരിക്കുന്ന പ്രായമായ അച്ഛനെയും അമ്മയും കുറിച്ച് ഓർക്കാത്തവരാണല്ലോ, അതുകൊണ്ട് അതിലെനിക്ക് സങ്കടമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി പറയുകയാണ്, ഇതിന് എന്തെങ്കിലും ഒന്നും ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല, അതുകൊണ്ട് ഈ ഹോട്ടലിൻ്റെ ലൈസൻസ് ഞാൻ അങ്ങോട്ട് പിന്നെ സസ്പെൻഡ് ചെയ്യുകയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വാ അച്ഛാന്ന് വിളിച്ചുകൊണ്ട് രാഘവൻ നായരെയും വിളിച്ചുകൊണ്ട് ശാലിനി പോകുന്നുണ്ട്. വണ്ടിയിൽ ഫ്രണ്ട് സീറ്റിലേക്ക് കൊണ്ട് കയറ്റുകയാണ്. എന്നിട്ട് ശാലിനിയും അനുവിലയും പുറകെ കയറുന്നുണ്ട്. രാമേട്ട വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം ഹോട്ടലിലെ അവരാണെങ്കിൽ ഇങ്ങനെ ആകെ എന്നും പറഞ്ഞ് ആകെ നിരാശനായിട്ട് നിൽക്കുന്നുണ്ട്. കളക്ടറുടെ അച്ഛനാണെന്നുള്ളത് അവർക്ക് മനസ്സിലായില്ലായിരുന്നു, വന്നപ്പോഴേ മനസ്സിലായുള്ളായിരുന്നു. പക്ഷേ ചെയ്തതിന് ശാലിനി അവർക്ക് പണി കൊടുക്കുകയും ചെയ്തു.
അതിനുശേഷം മഹേന്ദ്രനാണെങ്കിൽ അവിടെ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പം കുട്ടികളെ വളർത്തി വലുതാക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഒരു മുഖ്യമായ പങ്കുണ്ട്. പെറ്റ് ഇങ്ങനെ പ്രസവിച്ച് ഇങ്ങനെ കൈകളിലേക്ക് വീഴുമ്പോൾ അപ്പോൾ തുടങ്ങുന്ന ആഗ്രഹങ്ങളാണ് ഓരോന്ന്. പിന്നെ തോന്നും ഒന്ന് അവരെ ഒന്ന് ഇരുന്നെങ്കിൽ, ഒന്ന് നടന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു അച്ഛൻ്റെ വികാരങ്ങൾ ഇങ്ങനെ മഹേന്ദ്രൻ പറയുമ്പോൾ ചന്ദ്രൻ അങ്ങ് കരയുകയാണ്. റസാഖ് അതിങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണേണ്ടത് അവർ സാധ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ആ ഒരു കാഴ്ചയാണ് കാണേണ്ടത്. പിന്നെ +2 കഴിഞ്ഞ് തന്നോളം ഇപ്പോൾ എത്തുമ്പോൾ പിന്നീട് അവർ പുറത്തിറങ്ങാതെ അവരെങ്ങനെ വീട്ടിൽ തളച്ചിടാം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ അവരുടേതായ ലോകത്ത് പോകും. പിന്നെ ഇന്നലെ കണ്ട കാമുകനോ കാമുകിയോ മാത്രമായിരിക്കും. പിന്നെ ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനെയും അമ്മയും ഒക്കെ അവർ മറക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മഹേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ചന്ദ്ര അങ്ങ് സങ്കടം കൊണ്ട് കരയുകയാണ്. സ്വാമി ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പം പിന്നെ റസാഖ് പറയുന്നുണ്ട്, ഞാനിവർ രണ്ടുപേരോട് സംസാരിച്ചു, പക്ഷെ രണ്ടുപേരും പിരിയാനായിട്ട് തയ്യാറല്ല. അവൾക്ക് അവന് അവളെയും മാത്രം മതി, വിവാഹം കഴിക്കുന്നതിലപ്പുറം മറ്റൊന്നിനും അവർ തയ്യാറല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മഹേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയാണ് അവരുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി ഉറപ്പിച്ച വിവാഹത്തിൽ വേണ്ടാന്ന് വയ്ക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ എന്ന് പറയുകയാണ്. ഇവിടെ എൻ്റെ ഇഷ്ടമല്ല, മക്കളുടെ ഇഷ്ടം, അവളുടെ ഇഷ്ടമാണ് നടക്കേണ്ടത് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് മഹേന്ദ്രൻ ചെന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ മോൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അച്ഛൻ സത്യം തന്നെയാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ പിന്നെ നിങ്ങൾ ഇത്രത്തോളം സ്നേഹിക്കുമ്പോൾ ഈ സ്നേഹം തിരിച്ചറിയാനായിട്ട് അച്ഛൻ വൈകിപ്പോയി എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് റസാഖിന് കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഇനി ഇവരുടെ വിവാഹത്തിന് ഞാൻ റസാഖിനെ വിളിക്കാം, റസാഖല്ലേ ഇവർ ഒന്നിക്കാനായിട്ടൊരു ഘടകമായിട്ട് മാറിയത് എന്നിങ്ങനെ 4 ആളറിയേ ഇവരുടെ വിവാഹം നടത്തണം എന്നിങ്ങനെ മഹേന്ദ്രൻ പറയുമ്പോൾ സ്വാമി ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം റസാഖ് പറയുകയാണ്, പണം ഒക്കെ എത്ര ഉണ്ടായിട്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇങ്ങനെ മക്കളിങ്ങനെ ഓരോന്ന് കാണിച്ചാൽ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കുകയല്ലേ വിധിയുള്ളൂ എന്നിങ്ങനെ റസാഖ് അവിടെ ഇരുന്ന് സ്വയമേ പറയുന്നുണ്ട്. അതിനുശേഷം അവർ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മഹേന്ദ്രൻ പ്രകാശിനോട് ചോദിക്കുന്നുണ്ട്, പ്രകാശ് ഹോസ്പിറ്റലിൽ അല്ലേ ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. തുടർന്ന് ആ ഒരു പിന്നെ ലാസറിനോട് പ്രകാശിനെ ഹോസ്പിറ്റലിലാക്കാൻ പറയുകയാണ്. എന്നിട്ട് മഹേന്ദ്രൻ ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറയുന്നുണ്ട്. സ്വാമിയും ചന്ദ്രയും കൂടി അതിലേ കയറി വീട്ടിലേക്ക് പോവുകയാണ്. ചന്ദ്ര ആകപ്പാടെ സന്തോഷത്തിലുമാണ്. തുടർന്ന് രാത്രി ആവുന്നുണ്ട്. അവിടെ ശാലിനി ആണെങ്കിൽ രാഘവനാരെയും കൊണ്ട് വീട്ടിലെത്തിയിട്ടില്ല. ഫാമ അവിടെ പൊന്നിയോട് ചോദിക്കുകയാണ്, ഇത്ര നേരമായല്ലോ അവരെന്താ വരാത്തതെന്ന് തിരക്കുകയാണ്. അന്നേരം നേരത്തെ വിളിച്ചപ്പോൾ ഡിസ്ചാർജ് ആവാൻ നിൽക്കുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം അത് കുറേ നേരത്തെ അല്ലേ, ഇപ്പോഴാണെങ്കിൽ ഇതിപ്പോൾ സമയം ഇത്ര ആയില്ലേ, ശാലിനി എടുക്കുന്നില്ല, പിള്ളേയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ശിവനാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് ശാലിനിയുടെ വണ്ടി മുറ്റത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം പൊന്നു പറയുന്നുണ്ട്, അതെ അവർ വരുന്നു എന്ന് പറയുമ്പോൾ അത് ശാലിനിയുടെ വണ്ടിയല്ലേ വരുന്നത്, അതിലെങ്ങനെ രാഘവേട്ടൻ വരാനാണ്, അവർ പിന്നെ ശിവനല്ലേ കൊണ്ടുപോയിരിക്കുന്നത്, നമ്മുടെ വണ്ടിയിലല്ലേ പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇറങ്ങിയിട്ട് രാഘവൻ നേരെ പിടിച്ചിറക്കുന്നത് ഭാമ കാണുന്നുണ്ട്. തുടർന്ന് രാഘവനാരെയും കൊണ്ട് ശാലിനി അകത്തേക്ക് കയറുമ്പോൾ രാഘവേട്ടൻ എന്താ ഈ വണ്ടിയിൽ, എന്താ ഇത്രയും വൈകിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കൊണ്ടുപോയ ശിവനും പിള്ളയൊക്കെ എന്തെയും ചോദിക്കുകയാണ്. അന്നേരം അവരെ കുറിച്ച് ചോദിച്ചാൽ അച്ഛൻ എങ്ങനെ അറിയാം, അവരെ ഞാനും കണ്ടില്ല, ഞാൻ അവരെയും കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശാലിനി ദേഷ്യപ്പെടുകയാണ്. അന്നേരം പിന്നെ രാഘവനാര് പറയുന്നുണ്ട്, അതെ ഞാൻ ചെല്ലുമ്പോൾ പിന്നെ അച്ഛനാണെങ്കിൽ ഒരു ഹോട്ടലിലായിരുന്നു എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം എന്താ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ അത് ഭാമ ഞാൻ ഒരു ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചു, നിനക്ക് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ്റെ കയ്യിൽ നിന്ന് അതിങ്ങോട്ട് താടോ എന്ന് പറഞ്ഞത് വാങ്ങിച്ച് കവറൊക്കെ തുറന്ന് ഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നീ കഴിക്കണം കേട്ടോ, നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ അതങ്ങ് മടക്കി വെക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നെ കഴിച്ചോളാം, എന്താ വൈകിയതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കൈ ഇങ്ങനെ പൊള്ളിയത് കാണുന്നുണ്ട്. അന്നേരം ഇത് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്താ സംഭവിച്ചതെന്ന് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ ഞാനൊരു ഹോട്ടലിൽ കയറി ബിരിയാണി കഴിച്ചു, കാശ് കൊടുക്കാനില്ലായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ബാക്കി ശാലിനി പറയുന്നുണ്ട്, ഞാൻ ചെല്ലുമ്പോൾ അച്ഛനെ ആണെങ്കിൽ അവർ കാശ് കൊടുക്കാത്തതിന് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ അയ്യോ എന്ന് വയ്ക്കുകയാണ്. അത് പൊന്നിയും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിള്ള രാഘവൻ നായർ പറയുന്നുണ്ട്, എൻ്റെ മോൻ വിഷ്ണു വരും കാശ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞതാണ്, പക്ഷെ അവർ കേട്ടില്ല, അവൻ എന്നെ കൊണ്ട് മേശ തുടപ്പിച്ചു, എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭാമ ആകപ്പാടെങ്കിൽ സങ്കടം വരുന്നുണ്ട്. അന്നേരം പിന്നെ അപ്പോൾ പിള്ളയും ശിവനും ഒക്കെ എവിടെ പോയി എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരെ ഹോസ്പിറ്റലാക്കിയിട്ട് ശിവൻ്റെ കാര്യത്തിന് പോയി, പിള്ളച്ചേട്ടൻ ബില്ല് അടച്ചിട്ട് വന്നപ്പോൾ അച്ഛനെ കാണാനുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഞാൻ വിഷ്ണു വരുമെന്ന് പറഞ്ഞ
പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഭാമ പറയുന്നുണ്ട് ഇങ്ങനെ പിന്നെ ആരും കാണാതെ ഇറങ്ങിപ്പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കില്ലേ എന്ന്. സത്യഭാമ വിഷമം കൊണ്ടുമാണ് ചോദിക്കുന്നത്. അന്നേരം എനിക്ക് വിഷ്ണുവിനെ കാണണം, അവനെ കാണാതിരിക്കാണ്ട് എനിക്ക് പറ്റില്ല, അവനെ എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം, നീ അവൻ വരുമ്പോൾ അവന് വഴക്കൊന്നും പറയല്ലേ എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ കൈവെള്ളുന്ന വേദനയൊക്കെ ഉണ്ട്. അത് പറയുമ്പോൾ ഭാമ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നോക്കുകയാണ്. പക്ഷെ ശാലിനി ഇങ്ങനെ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിലായിരിക്കണം ശിവനിനി വരുമ്പോൾ ഭാമ ശിവനെ ഇറക്കി വിടുന്ന ആ ഒരു സീനൊക്കെ ഇനിയാണ് കാണിക്കുന്നത്. പിന്നീട് അവിടെ മഹേന്ദ്രനാണെങ്കിൽ ഇനി ചന്ദ്രയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണോ അങ്ങനെ കാട്ടിയത്, അതോ ഇനി നേരാ വഴിയാണോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.